ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിലൊന്നാണ് മുംബൈ ഇന്ത്യൻസ്. പ്രഥമ സീസണിൽ സച്ചിൻ തെണ്ടുൽക്കർ എന്ന ഇതിഹാസത്തെ മുഖമാക്കി ആരംഭിച്ച മുംബൈയെ ചാമ്പ്യൻ നിരയാക്കി വളർത്തിയത് രോഹിത് ശർമ്മയാണ്. ടീമിനെ 5 കിരീടങ്ങളിലേക്ക് നയിക്കാൻ രോഹിത്തിനായി. എന്നാൽ അവസാന സീസണിൽ തീർത്തും അപ്രതീക്ഷിതമായി രോഹിത്തിനെ മുംബൈ നായകസ്ഥാനത്ത് നിന്ന് നീക്കി. രോഹിത്തിന് പകരക്കാരനായി ഹർദിക് പാണ്ഡ്യയും എത്തി. രോഹിത്തിനെ തഴഞ്ഞതോടെ മുംബൈ ടീമിനുള്ളിൽ വലിയ ഭിന്നതയുണ്ടാവുകയും അവസാന സീസണിൽ ടീം അവസാന സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. രോഹിത് ശർമ്മ അടുത്ത സീസണിൽ മുംബൈ വിടുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. രോഹിത് പോയാൽ മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ പകരക്കാരൻ ആരാണെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. മുംബൈ അഭിഷേക് ശർമ്മയെ നോട്ടമിടുന്നുണ്ട് എന്നാണ് വിവരം. അഭിഷേകിനെ മുംബൈ നോട്ടമിടാൻ ചില കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രോഹിത് ശർമ്മയുടെ ഓപ്പണർ എന്ന നിലയിലുള്ള പ്രധാന കഴിവ് കടന്നാക്രമിച്ച് കളിക്കാൻ കഴിയും എന്നതാണ്. പവർ പ്ലേക്കുള്ളിൽ തന്നെ മത്സരത്തിന് ഫലം മാറ്റുന്ന പ്രകടനം കാഴ്ചവെക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. ഇതേ കഴിവ് അഭിഷേകിനും അവകാശപ്പെടാം. സൺറൈസേഴ്സ് ഹൈദരാബാദ് താരമായ അഭിഷേക് യുവരാജ് സിംഗിൻ്റെ ശിഷ്യനാണ്. രണ്ടാം മത്സരത്തിൽ തന്നെ ഇന്ത്യക്കായി T20 സെഞ്ചുറി നേടാൻ അഭിഷേകിന് സാധിച്ചു. വിക്കറ്റ് നഷ്ടമാവുമോ എന്ന ഭയമില്ലാതെ കടന്നാക്രമിക്കുന്ന താരമാണ് അഭിഷേക്. പേസിനെയും സ്പിന്നിനെയും ഒരേപോലെ നേരിടുന്ന താരം പന്തുകൊണ്ടും ടീമിന് ഉപകാരിയാണ്. രോഹിത് ശർമ്മയെപ്പോലെ തന്നെ വലിയ സ്കോർ നേടാനുള്ള കഴിവും അഭിഷേകിനുണ്ട്. രോഹിത്തിന് കൊടുത്ത പ്രതിഫലത്തിൻ്റെ പകുതി തുകയ്ക്ക് അഭിഷേകിനെ സ്വന്തമാക്കാൻ സാധിച്ചേക്കും. രോഹിത്തിൻ്റെ വിടവ് നികത്താൻ പ്രാപ്തിയുള്ള താരമായാണ് അഭിഷേക് എന്ന് നിസ്സംശയം പറയാം. രണ്ടാമത്തെ കാരണം, അഭിഷേക് വലിയ ഭാവിയുള്ള താരമാണ്. യുവരാജ് സിംഗിനെ പോലെ ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറാനുള്ള കഴിവ് അഭിഷേകിനുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈക്ക് ഇപ്പോൾ അഭിഷേകിനെ ടീമിലേക്ക് എത്തിക്കാനായാൽ ദീർഘകാലത്തേക്ക് ടീമിനുള്ളിൽ നിലനിർത്താൻ സാധിക്കും. ഭാവിയിലേക്കും ടീമിന് ഗുണം ചെയ്യുന്ന കരാറായി അഭിഷേക് മാറും. അതുകൊണ്ട് തന്നെ അഭിഷേക് വരുന്നത് മുംബൈക്ക് എന്തുകൊണ്ടും ഗുണകരമാണ്. ഭാവിയിൽ ഇന്ത്യൻ ടീമിലും സജീവമാകാൻ സാധ്യതയുള്ള താരമാണ് അഭിഷേക്. T20യിൽ വലിയ ഭാവി അഭിഷേകിനുണ്ട്. വലിയ താരമൂല്യമുള്ള സൂപ്പർ താര പദവിയിലേക്ക് ഉയരാനുള്ള പ്രതിഭയും അഭിഷേകിനുണ്ട്. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ ഇപ്പോൾ ടീമിലേക്ക് എത്തിക്കാനായാൽ ഭാവിയിലേക്ക് നോക്കുമ്പോഴും മുംബൈക്ക് വലിയ നേട്ടം ഉണ്ടാക്കും. ഇത്തരത്തിലുള്ള ദീർഘവീക്ഷണം മുംബൈ ടീം മാനേജ്മെൻറ് ഉണ്ടാവുമെന്നാണ് അവരുടെ ചരിത്രം വ്യക്തമാക്കുന്നത്. മൂന്നാമത്തെ കാരണം, മുംബൈയുടെ ശൈലിയോട് ചേരുന്ന താരമാണ്. മുംബൈ ഇന്ത്യൻസ് അക്രമോത്സുകമായ ക്രിക്കറ്റ് മികച്ച പദ്ധതികളോടെ കളിക്കുന്ന ടീമാണ്. ഈ ശൈലിയോട് ചേർന്ന് നിൽക്കുന്ന താരമാണ് അഭിഷേക്. അക്രമോത്സുകതയിൽ കളിക്കാൻ അഭിഷേകിന് സാധിക്കും. ഏതു സാഹചര്യത്തിലും തിരിച്ചടിക്കാനും പൊരുതാനും മാനസികമായി കരുത്തുള്ള സംഘമാണ് മുംബൈ. ഈ ശൈലിയോട് പെട്ടെന്ന് ചേരാൻ അഭിഷേകിന് സാധിക്കും. അതുകൊണ്ട് തന്നെ മുംബൈ അഭിഷേകിനായി സജീവമായി രംഗത്തിറങ്ങാൻ സാധ്യത കൂടുതലാണ്. എന്നാൽ ഹൈദരാബാദിൻ്റെ തീരുമാനം നിർണായകമാണ്. അവസാന സീസണിൽ ഹൈദരാബാദ് ഫൈനലിലെത്താൻ കാരണം ട്രാവിസ് ഹെഡ് അഭിഷേക് ഓപ്പണിംഗ് കൂട്ടുകെട്ടിൻ്റെ പ്രകടനമാണ്. ഇത് പൊളിക്കാൻ ഹൈദരാബാദ് തയ്യാറാവുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അഭിഷേക് ലേലത്തിലെത്തിയാൽ മുംബൈ സജീവമായി താരത്തിനായി രംഗത്തെത്തുമെന്ന് ഉറപ്പാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.